ഇനി പെണ്ണുങ്ങൾ പറയാം, പക്ഷെ നമുക്ക് വേണ്ടി ഇപ്പൊ എന്താ ഒന്നും കിട്ടിയില്ലല്ലോ കാര്യമായിട്ട്. അലാ ഉഖ്ബിറുകും ബിനിസാഇകും ഫിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ? ഏതൊക്കെ പെണ്ണുങ്ങളാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ, അവരൊക്കെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് പറഞ്ഞു തരിൻ. കുല്ലു വദൂദിൻ വലൂദ്, കുല്ലു വദൂദിൻ വലൂദ്. എന്റെ നല്ല രസമുള്ള പ്രയോഗമാണ്. വദൂദ്, നല്ല സ്നേഹമുള്ള ഭാര്യ, നല്ല സ്നേഹിക്കുന്ന ഭാര്യ. ഭർത്താവ് അങ്ങോട്ട് സ്നേഹിക്കണം, അപ്പോഴേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുള്ളൂ. ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം നമ്മൾ വിചാരിച്ച് നടക്കുകയാണ്. പക്ഷെ ഇവന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയല്ല. കുല്ലു വദൂദിൻ, നന്നായിട്ട് സ്നേഹിക്കുന്നവൾ. പക്ഷെ ഭാര്യമാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ്. നമ്മൾ ആണുങ്ങളെ കുറച്ച് പരുക്കന്മാരാണ്, പെണ്ണുങ്ങൾ വളരെ സോഫ്റ്റാണ്. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനല്ല, വേറൊരു സ്കൂളിലെ മാഷായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരുമിച്ച് ഒരു വിഷയത്തിൽ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു ഹദീസ് വന്നപ്പോൾ ഞാൻ തമാശയുടെ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. റിഫ്ഖൻ ബിൽ ഖവാരീർ, പെണ്ണുങ്ങളോടൊക്കെ വളരെ മൃദമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസിൽ റിഫ്ഖൻ ബിൽ ഖവാരി, കുപ്പികളാണ്, അവരെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ഒട്ടകം ഒന്ന് സ്പീഡിൽ നടത്തിയപ്പോൾ ഒരു സ്വഹാബിയോട് പറഞ്ഞതാ, കുപ്പികളാണ്, പൊട്ടാതെ മെല്ലെ നോക്കണം കേട്ടോ, പെണ്ണുങ്ങളല്ലേ, അവരൊക്കെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകിൻ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചുകൂടോ എന്ന് ചോദിച്ചു. ആ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നുള്ളൊരു അറബ് നാഷണലാണ്, ഉപരവസ്ഥ എന്താ നമുക്കറിയില്ല. കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങൾ എത്ര സോഫ്റ്റ് എന്നുള്ള അഭിപ്രായങ്ങൾക്ക് ഉണ്ടോന്ന്. ഇത് എന്നാലും ഒരു അങ്ങനെ തന്നെയാണ്, നമ്മളെപ്പോലൊന്നല്ല, കുറേയേറെ ക്ഷമിക്കാനൊക്കെ ഒരു കഴിയുന്നവരാ. പിന്നെ ഈ സീരിയൽ കണ്ടടക്കുന്ന പെണ്ണുങ്ങളെ തീരെ ക്ഷമിക്കാതിരിക്കുക. അവർക്ക് ഇതൊക്കെ ഈ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടൽ ഈ സീരിയൽ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഒരു പച്ചയിൽ ഒരു അങ്ങനെ തന്നെ ആണെങ്കിൽ നല്ല സ്നേഹമുള്ളവരും നല്ല ഒതുക്കമുള്ളവരും കുറേയേറെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ളവരാ. കുല്ലു വദൂദിൻ, നന്നായി സ്നേഹിക്കുന്നവരും, വലൂദിൻ, കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഒരു കുട്ടിയാകുമ്പോഴേക്കും ഇന്നിപ്പം പോരെ, നമുക്ക് ഒന്നും കൂടി അവലെ 2 മതിയോ, ഒന്ന് നിർത്ത, ഇനി വേണ്ട വേണ്ട വേണ്ട, ഇതല്ല. വലൂദിൻ ഇക്കോട്ടെ. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നല്ലോ, ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന, പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായ പെണ്ണ് സ്വർഗത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വിശേഷണം എന്താ? അവൾക്ക് ദേഷ്യം വന്നു, ഔ ഉസീഅ ഇലൈഹ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു, ഔ ഗളിബ സൗജുഹാ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് ദേഷ്യം സംഭവിച്ചു. ദേഷ്യപ്പെട്ടാൽ ഖാലത്, തന്റെ ഭർത്താവ് ദേഷ്യപ്പെട്ടു വന്നതാണ്, ഹാദിഹി യദീ ഫി യദിക്, എന്റെ കൈയിതാ നിങ്ങളുടെ കയ്യിൽ ഞാൻ വെക്കാൻ, ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർളാ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറങ്ങൂല കേട്ടോ എന്ന് പറയുന്ന പെണ്ണ് അവൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും, പല വേവലാതികളും പറയാനുണ്ടാവും. ഈ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തെ തന്നെ പറയരുത്, പുഞ്ചിരിച്ചിട്ടേ ഭർത്താവിനെ സ്വീകരിക്കാവുന്ന. ഇന്നലെ നടന്നതിന് ഇപ്പോഴും മുഖം കറുപ്പിച്ച്, അതൊക്കെ കറുപ്പിച്ചോ, കുറച്ച് കഴിയട്ടെ. ഭർത്താവ് വന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു, സന്തോഷിപ്പിച്ചു, പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. പക്ഷെ കയറി വരുമ്പം തന്നെ അങ്ങനെയല്ല നിൽക്കേണ്ടത്. അപ്പൊ പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തെ സലാമൊക്കെ പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, അവരെ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് അവർ ഉറക്ക് വിശ്രമിക്കാനുണ്ടാവും, ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇനി അവിടെ പോണ്ടേ, ഇവിടെ പോണ്ടേ, അത് വാങ്ങണ്ടേ, ഇത് വാങ്ങണ്ടേ, ആ പരാതി, ഈ പരാതി, ഇതൊക്കെ അപ്പൊ പറഞ്ഞേക്കണം. മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്യരുത്, കയറി വരുമ്പം തന്നെ പ്രയാസങ്ങൾ പറയരുത്. ഇത് ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇത് കാണാനും ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്ത് വാതിൽ ഉറക്കടക്കരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, വലാ തുഗ്ലിഖിൽ ബാബ മിൻ വറാഇഹി, പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡോർ ക്ലോസ് ചെയ്തു. അല്ല, ആ കണ്ണിൽ നിന്ന് മറയുന്നവരെ ഒന്ന്, കണ്ണിൽ നിന്ന് മറയുന്ന സാവകാശം വരെ കാത്തിരുന്ന് എന്നിട്ടേ വാതിലടക്കാവൂ. ഇതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമാണെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുല്ലു വദൂദിൻ വലൂദ്, സ്നേഹമുള്ളവൾ, കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ. ദേഷ്യപ്പെട്ടാൽ, ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അവൾ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയാണ്, ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർളാ, നിങ്ങൾക്ക് എന്നോട് പൊരുത്താവണ വരെ ഞാൻ ഉറങ്ങൂലട്ടോ, എന്റെ ഉറക്കിന് എനിക്ക് കണ്ണിന് മധുരം വരില്ല എന്ന് പറയുന്ന പെണ്ണ്. ദേഷ്യം വന്നാൽ അവളാണ് അതിനെ അടക്കി പിടിക്കുന്നത്, അവളാണ് അതിനെ ഒതുക്കുന്നത്, അവളാണ് അവിടെ സന്തോഷം തരുന്നത്. അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
benar